റഷ്യയിലെ ടൂറിസം വളരെ വൈവിധ്യമാർന്നതും സങ്കീർണവുമായിട്ടുള്ളതാണ്. ചരിത്രപരമായ പല സൈറ്റുകളും പ്രകൃതി സൗന്ദര്യവും കലാ സാംസ്കാരിക കേന്ദ്രങ്ങളും എന്നിവ റഷ്യയിൽ വളരെയധികമുണ്ട്. റഷ്യയിൽ സന്ദർശിക്കാൻ വേണ്ടിയുള്ള മികച്ച ചില ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകൾ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ വളരെ പ്രശസ്തമാവുകയും ചെയ്തു. റഷ്യയിലെ പ്രധാനപ്പെട്ട ചില ടൂറിസ്റ്റ് സ്ഥലങ്ങളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ആദ്യത്തേത് മോസ്കോ. റഷ്യൻ ഫെഡറേഷന്റെ തലസ്ഥാന നഗരവും റഷ്യയിലെ ഏറ്റവും വലിയ നഗരവുമാണ് മോസ്കോ. റഷ്യയിലെ മാത്രമല്ല യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയതും ലോകത്തിലെ മെട്രോപൊളിറ്റൻ സിറ്റികളിൽ ഏറ്റവും വലുതും മോസ്കോ തന്നെയാണ്. ചരിത്രപരമായി ചക്രവർത്തി ഭരണകാലത്തും പിന്നീട് സോവിയറ്റ് യൂണിയൻ രൂപീകരിച്ചപ്പോഴും മോസ്കോ തന്നെയായിരുന്നു രാജ്യത്തിന്റെ തലസ്ഥാനം. എന്താണെങ്കിലും മോസ്കോ ഇപ്പോൾ വൈവിധ്യങ്ങളുടെ ഒരു ശേഖരം അവിടെ കൊണ്ടുപോകുന്നുണ്ട്. എന്താണെങ്കിലും റഷ്യയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ പോവുകയാണെങ്കിൽ തീർച്ചയായും മോസ്കോ സന്ദർശിക്കണം. അവിടെ പോകാതെ നിങ്ങൾ റഷ്യ പൂർത്തിയാക്കില്ല. രണ്ടാമതായി റെഡ് സ്ക്വയർ. മോസ്കോ നഗരത്തിന്റെ മധ്യഭാഗമായ ചുവപ്പ് ചതുരം അതായത് റെഡ് സ്ക്വയർ പരിഗണിക്കപ്പെടുന്നു. ഈ ചതുരത്തിൽ നിന്നും തുടങ്ങുന്ന മോസ്കോയിലെ പ്രധാന വീഥികൾ റഷ്യയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകുന്ന പ്രധാന പാതകളുമായി ബന്ധപ്പെട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് റെഡ് സ്ക്വയറിൽ നിന്നും തുടങ്ങുന്ന പാതകൾ റഷ്യയിലെ മറ്റു പ്രധാന നഗരങ്ങളുമായി വളരെയധികം ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അടുത്തതാണ് ലോകപ്രസിദ്ധമായ സെന്റ് പീറ്റേഴ്സ്ബർഗ്. ബാൾട്ടിക് കടലിലുള്ള ഗൾഫ് ഓഫ് ഫിൻലാൻഡിലെ മുനമ്പത്ത് നോവ നദിയുടെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന റഷ്യൻ നഗരവും റഷ്യയിലെ ഒരു ഫെഡറൽ സബ്ജക്റ്റുമാണ് സെന്റ് പീറ്റേഴ്സ്ബർഗ്. നഗരത്തിന്റെ മറ്റു നാമങ്ങൾ പെട്രോഗ്രാഡ്, ലെനിൻഗ്രാഡ് എന്നിവയാണ്. പൊതുവെ നഗരം സെന്റ് പീറ്റേഴ്സ് എന്നും അനൗദ്യോഗികമായി പീറ്റേഴ്സ് എന്നും മാത്രമുള്ള പേരിലും അറിയപ്പെടുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും വളരെയധികം ആരാധകരും വിശ്വാസികളും ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. അതിനാൽ തീർച്ചയായും നിങ്ങൾക്കും പോകാം. അടുത്തത് സൈബീരിയ. റഷ്യയുടെ വടക്ക് ഭാഗത്തായുള്ള അതിവിശാലമായ ഭൂഭാഗമാണ് സൈബീരിയ. വടക്കൻ റഷ്യയുടെ ഏകദേശം മുഴുവനായും ഇവിടം വരുന്നുണ്ട്. ഈ പ്രദേശം മുമ്പ് സോവിയറ്റ് യൂണിയന്റെ അതിനു മുമ്പ് സർ സാമ്രാജ്യത്തിന്റെയും കീഴിലായിരുന്നു. വടക്ക് ഭാഗങ്ങൾ മിക്കവാറും മഞ്ഞു മൂടിയ അവസ്ഥയിലാണ് കാണപ്പെടാറുള്ളത്. വളരെ തണുപ്പുള്ള കാലാവസ്ഥയായതിനാൽ തന്നെ സൈബീരിയയിലെ ജനവാസം പ്രയാണ തെക്കൻ പ്രദേശങ്ങളിൽ ഒതുങ്ങി നിൽക്കുകയാണ്. സൈബീരിയയിലെ നീലക്കണ്ണ് എന്ന വിളിപ്പേരിലും അറിയപ്പെടുന്നുണ്ട്. വടക്കേ അമേരിക്കയിലെ മഹാ തടാകങ്ങളിലെല്ലാം കൂടി ഉള്ളതിനേക്കാൾ ജലം ബൈക്കാലിലുമുണ്ട്. ഈ ബൈക്കാലാണ് ഏറ്റവും വലിയ തടാകമായി പിന്നീട് അറിയപ്പെട്ടിരുന്നത്. ലോകത്തിലെ ഏറ്റവും ആഴമേറിയ തടാകവും ബൈക്കൽ തടാകം തന്നെയാണ്. 1637 മീറ്റർ അതായത് ഏകദേശം 5371 അടിയാണ് ഇതിന്റെ ആഴം. 330 പുഴകളിൽ നിന്നും വെള്ളം എത്തിച്ചേരുന്ന ഈ തടാകത്തിൽ 27 ദ്വീപുകളുമുണ്ട് എന്ന് അവകാശപ്പെടുന്നു. ഭൂമിയിലെ ദ്രാവകാവസ്ഥയിലുള്ള ശുദ്ധജലത്തിന്റെ 20% 1642 മീറ്റർ ആഴമുള്ള ഈ തടാകത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്.